അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫ്യങ്ങളിൽ അവരെ മനസ്സിലാക്കണമെന്നും അവരെ അനുകരിക്കണമെന്നും അവരെ പിൻപറ്റണമെന്നും അവരുടെ മാർഗം അവലംബിക്കണമെന്നും അതാണ് ശരി എന്നും സൂറ ഫാത്തിഹ വരെ പഠിപ്പിക്കുമ്പോൾ തെറ്റവടിയാണ് ഇത്. ഫാത്തിഹയിൽ പറഞ്ഞ അതല്ലേ, മുസ്തഖീമായ മാർഗത്തിന്റെ ഹിദായത്ത് ചെയ്യണം. അത് പറഞ്ഞപ്പോ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ മതിയാക്കിയില്ല. കാരണം എന്താ, ഈ പണ്ടാര പഴയതായി നിർവ്യാഖ്യാനം ചെയ്യല്ലേ. മുസ്തഖീമായ വഴി ഞങ്ങൾ വഴിതാന്നല്ലേ പറയല്. അത് അന്ന് പറഞ്ഞോടെ ചില വ്യാഖ്യാനിച്ചതാണ്. ഈ ഹമക്കികള് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. തീർച്ചയാണ് ചെയ്യുന്നുണ്ടല്ലോ. റസൂലിനെ പറ്റി തന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കല്ലേ ഈ എന്തുകൊണ്ട് ചെയ്യുന്നത്? അമ്പിയ മുസ്ലിങ്ങൾ ഇവരെ പറ്റിയൊക്കെ തന്നെ അവർ സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കല്ലേ യഥാർത്ഥ ചെയ്യുന്നത്? അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ പിന്നെ അവിടെ ബാക്കിയുണ്ടാവും. ഇസ്ലാമിന്റെ അടിത്തറയും അസ്ഥിവാരവും തന്നെ അവര് മഹാത്മാക്കളാണ്, മഹത്തുക്കൾ ആണ്, മഹബൂബികളാണ്, മുഖറബീങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇസ്ലാം നിലകൊള്ളുന്നത്. പിന്നെ സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിപ്പിച്ചാൽ അതിന്റെ കഥ എന്താവും? അവർ ചെയ്യുന്നതന്നെ നല്ല നോട്ട് ചെയ്തു. പിന്നെ സാധാരണ മനുഷ്യനെ പഠിപ്പിച്ചതിന്റെ ഗതി നിംസുല്ലാജിസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു നമുക്ക് റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഹദറത്തിൽ വന്നു. റസൂൽ ഒരു തൊട്ടിങ്ങനെ ഭാഗിച്ച് വിജയനത്തുബിനിസൻ ഇങ്ങനെ കുറെ ആളുകൾക്ക് കൊടുത്തു. അപ്പോ ആ നമുക്ക് എഴുതിയിട്ട് പറഞ്ഞു, എതിൽ രീതിയിൽ ബുഖാരിന്റെ ഹദീസ് കിതാബുൽ ലോക്കൽ. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബിന്റെ ദേഷ്യം വന്ന് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ റസൂൽ പിന്തിരിഞ്ഞു പോകുമ്പോ ഇവന്റെ വീട്ടിൽ നിന്നിട്ട് കുറെ ജനങ്ങൾ വരും. അവര് ഭജ്യ നിസ്കാരക്കാരും നോമ്പുകാരൊക്കെ ആയിരിക്കും, ഖുർആൻ ഓർത്തു തന്നെയായിരിക്കും പണി. പക്ഷേ എന്തൊക്കെ ദീനിന്റെ പുറത്തു നിന്ന് പറഞ്ഞു. കാരണം എന്തായാലും കാരണം വിശ്വാസത്തിലുള്ള തെറ്റ്. എതിൽ യാ മുഹമ്മദ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ്? നീതിയും അനീതിയും വരാവുന്ന ആളാണ്. നീതിയും അനീതിയും വരാവുന്ന ആളാണ് എന്നല്ലേ അയാളുടെ വിശ്വാസം. അതായത് സാധാരണ മനുഷ്യനാണ് എന്നല്ലേ. ഈ സാധാരണ മനുഷ്യൻ എന്നത് അബൂജാഹിൽ പണ്ട് പറഞ്ഞതല്ലേ. ആ സൂറത്ത് യാസീൻ എടുത്ത് നോക്കുക, അതിന്റെ തലക്കൽ തന്നെ മുർസലീകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവിടെയും മുസാരികൾ പറഞ്ഞത് വെറും മനുഷ്യൻ ആണ്. എന്ത് മുർസലീകൾ ചോദ്യം കണ്ടല്ലേ? ആലോചിച്ച് നോക്കൂ. പിന്നെ ആയത്തിൽ നമ്മൾ പറയാൻ ഉള്ളത് ഇന്നമാ അന ബശറും മിസ്ലുക്കും പറഞ്ഞിട്ടുണ്ട്. ബഷർ എന്നുള്ളതിന്റെ അർത്ഥം അറിഞ്ഞൂടെങ്കിൽ പിന്നെ ആരോട് അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കലല്ലേ നല്ലത്. അർത്ഥമായിട്ട് പറഞ്ഞുകൊള്ളല്ലോ നല്ലത്. ചോദിച്ചു പഠിക്കും. അറിവുള്ളവരോട് ചോദിച്ചിട്ട് പഠിക്കും. അവനെന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ബശർ എന്ന് പറയാൻ കാരണം? ബശർ എന്ന് പറഞ്ഞാൽ ഈ പുറമുള്ള രൂപം, ആ രൂപത്തിന് ബശർ എന്ന് പറയും. മൃഗങ്ങളാണെങ്കിൽ അവർക്ക് ഈ രോഗമുണ്ടാവും പുറത്ത്. വെളിച്ചത്ത് വരുന്ന രൂപം, അതായത് ബാഹ്യരൂപത്തിൽ മനുഷ്യൻ നിങ്ങളെപ്പോലത്തെ ആളാണ് എന്നുള്ള അർത്ഥം അതിനെ. ബാഹ്യരൂപത്തിൽ വ്യത്യാസം ഇല്ല. മനുഷ്യന്റെ ബാഹ്യരൂപം ആ രൂപത്തിൽ ഞാനും നിങ്ങളും ഒരേ രൂപത്തിൽ നോക്കും. നിങ്ങൾക്ക് ആ ബാഹ്യരൂപയെ കാണാൻ കഴിയുള്ളൂ. പറഞ്ഞുകൊണ്ട് യൂഹാന്ന് പിന്നീട് പറഞ്ഞേ കണ്ടില്ലേ? കാരണം നമുക്ക് അതൊക്കെ തനി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് കണ്ടോ? ഈ നിരക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ദയം, അവരെ ആശകളും ആഗ്രഹങ്ങളും
നിർത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കണം. മറ്റുള്ള ജനങ്ങൾ അതേ വഴിക്ക് പ്രവേശിക്കുന്നതായാൽ അവർക്കും വലിയ തന്നെയാണെന്നുള്ള തരം അറിവ് നൽകും. ആ നിലയ്ക്കാണ് ഇസ്ലാമിനെ അവിടെ നിർത്തുന്നത്. അതിന് സങ്കീർണമായ അധികാരം വിശ്വസിക്കുന്നത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരുടെ മഹത്വം, ആ മഹത്വക്കളിൽ അവരെ ആഗ്രഹം കിട്ടിയ അതുകൊണ്ട് ആ മഹബൂലാകും, അള്ളാഹു തട്ടിക്കളയില്ല. മനോദുഃഖം ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് ഖുർആൻ നേരത്തെ പറഞ്ഞു കണ്ടേ. അവർക്ക് നെഹ്തനുമെന്ന് പറഞ്ഞു കണ്ടേ, മനോദുഃഖം അനുവദിക്കില്ല. അത് തന്നെ ആ നിലക്കുള്ള മഹാന്മാർ ഖിയാമം വരെ ഈ സമുദായത്തിലുണ്ടാകും. എന്തുകൊണ്ട് ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച കാര്യങ്ങൾ, ആ കാര്യം ഖിയാമം വരെ നിലനിൽക്കണം. അവിടെ ദീൻ നിലനിൽക്കൂ. ഏതെങ്കിലും ഒരു കാലത്ത് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി വേറെ നബിയുണ്ട്. അപ്പൊ റസൂല് ഖാത്തിമുൻ നബിയീനാവൂല. റസൂല് കൊണ്ടുവന്നത് എന്തൊക്കെയാ? റസൂല് കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആൻ, അതിന്റെ യുഅല്ലിമുഹുൽ കിതാബ, കിതാബിനെ തഅലീമാക്കൽ, അതിന്റെ ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂലിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ഹിക്മത്ത്. അങ്ങനത്തെ ആ കാര്യങ്ങളെല്ലാം തന്നെ റിക്കാർഡും രേഖയും ആക്കി വെച്ചിട്ടുണ്ട്. ആര്? അയിമത്ത് മുഹദ്ദിസീങ്ങൾ ശരിക്കും റസൂലിൽ നിന്നിട്ട് കാര്യങ്ങൾ റിവായത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാന്മാരായ അഷ്റഫുൽ ഖൽഖിന്റെ മഹാന്മാരായ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്, അത് റിക്കാർഡ് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മദ്ഹബിന്റെ മഹാന്മാരായ ഇമാമുകളാണ്. അവർ റിക്കാർഡ് മുഴുവൻ അതാണ്. ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിൽ ഉണ്ടായിരുന്ന ആ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അതിന്റെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആലോചിച്ചു കൊണ്ടെത്തു അതാണ് അവർ റിക്കാർഡാക്കിയത്. അതിന്റെ പുറമെ മൂന്നാമത്തെ കാര്യം റസൂൽ ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം യുസക്കീഹിം എന്ന്. ആരോടും യുസക്കീഹിം, ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവൃത്തി, ജനങ്ങളെ ശുദ്ധീകരിക്കാണ്ട് കഴിയോ? ജനങ്ങളുടെ എന്തെല്ലാം സ്വഭാവ ദോഷങ്ങളുണ്ട്, മനുഷ്യരുടെ എന്തെല്ലാം സ്വഭാവ ദോഷങ്ങളുണ്ട്. ആ സ്വഭാവ ദോഷങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ? അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹത്തുക്കള്, ആ മഹത്തുക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നഷ്ടപ്പെട്ടു പോലെ. മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കണം. അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഖിയാം വരെ ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടില്ലേ? ആലോചിച്ച് നോക്കും. ഇതൊക്കെ അവരെ സംസ്കരിക്കണം, ജനങ്ങൾ ശുദ്ധീകരിക്കണം. ആത്മീയമായ മാലിന്യങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കും ജോലി. ആ നിലയ്ക്ക് മഹാന്മാരായ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആക്കി തീർക്കും എന്നത് പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മൂസാ നബി അലൈഹി സ്വലാം മുതലായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജോലി അതാണ്, അത് ചെയ്യും എന്ന്. അങ്ങനെ സംസ്കരിക്കുന്ന ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തി നിന്നു പോകാൻ പാടില്ല. അത് ഖിയാമം വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം. അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും. അതാണ് മഹാന്മാരായ മശായിഖുകൾ ചെയ്യുന്ന പ്രവൃത്തി. ആ മഹത്തുക്കൾ
അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണ്. അതാണ് ഖുത്ബുൽ അഖ്താർ തങ്ങളും മറ്റും പറഞ്ഞില്ലേ. എന്ത് പറഞ്ഞു? കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൈകളം. പറയുന്നു, ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർമ്മം കഴിയും. അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കും. ആ പറഞ്ഞതിനാണ് ആത്മശുദ്ധീകരണം നടത്തുക. ഒഴിച്ചുകൂടാത്തല്ലേ? അത് ഒഴിച്ചുകൂടാൻ വേണ്ടെങ്കിൽ പിന്നെ യുദ്ധീകരണ റസൂൽ കൊണ്ടുവന്ന ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ? ആ നിലക്കുള്ള മഹത്തുക്കൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, മഹാന്മാരായ മശായിഖുകൾ അവർ നിലവിൽ ഉണ്ടെന്ന് അവർ സുന്നത്തുകളുടെ വിശ്വസിക്കുന്നതോ ഈ സമ്മതിക്കുന്നോ ഇല്ലത്? അള്ളാഹ് ഈ വാക്കുകൾ വേണ്ടേ? പിന്നെ എന്ത് കൊട്ടാവിയത്താണ്ട ഈ പറയുന്നത്? എന്താണ് എന്റെ കൊട്ടാവിക്ക് മേനറോ? വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സൗദിയിൽ പണം കിട്ടി മതിയെന്നാ? സൗദിയിലെ കുറെ ഹംസകളുണ്ടെന്ന് എന്റെ ജാതി. അതെന്താ ചെയ്യുന്നത്? എന്താ നടക്കത്തെ? എന്താ തെറ്റ്? നാപ്പം നടക്കത്ത് നടക്ക കൊല്ലം മദീനായിൽ നേർച്ച കഴിയുന്നില്ലേ? ആരാണ് ഇതിനെ ആചരിക്കുന്നതോ? മദീനായിലെ ഹജ്ജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായിൽ പോകുന്ന എല്ലാവരും, ആ പോകുന്നവരൊക്കെ മദീനായിൽ പോകുന്ന നേർച്ചയിലാണ്. എന്താ ഇതിന് വേദന? നേർച്ചല്ലേ? ഹജ്ജാണത്. റൗള ശരീഫ് അതാ എന്താ ആരും പൊളിക്കാത്തത്? ഔലിയാക്കളെ മക്കാമുകൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിക്കേണ്ടത് റൗള ശരീഫിനല്ലേ? ആരാ പൊളിക്കാതാണ്? നിന്റെ പാപ്പാരൊക്കെ ഉണ്ടല്ലോ വേണം, അവർക്ക് എന്താണ് പൊളിച്ചൂടെ? ഈ നിരക്കിന്റെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എവിടെയാണോ ഈ കൊട്ടാരത്ത് ഉണ്ടാകുന്നത്? ഈ പണ്ടാരത്തിന് എവിടെ മനസ്സിലുണ്ടാകുന്നത്? ഞാനീ പറഞ്ഞ ഊരുകളാണ്. അവർക്കുള്ള വിശദമായ തരത്തിൽ നോക്കി അതിന്റെ സാഹചര്യം കുറിച്ചുപോയി അതിനെ കൊണ്ടുപോകും ഒരു കാര്യമില്ലല്ലോ. വെറുതെയാണത്. ഒരാനും സുന്നത്തും തന്നെ പറയണം, എന്നാലേ ആ കാര്യം തെറ്റിയാവും. ഇവിടുന്നിപ്പോ തെരീക്കത്ത് എന്താണെന്ന് നിരീക്ഷണം പറഞ്ഞു. ഞാൻ ഈ ഓദ്യതൊക്കെ എന്താ തെരീക്കത്തല്ലോ? അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഫാത്തിഹയുടേത്. അതിലെന്താ പറഞ്ഞത്? നീ നിഅമത്ത് ചെയ്ത എന്റെ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവർ സിറാത്ത് തെരീക്കത്ത് ഉമ്മന്റെ മേന അവരെ സിറാത്തിൽ നടക്കാൻ, അവരെ തെരീക്കത്തിൽ നടക്കാൻ വ്യത്യാസം എന്താണ്? എന്താ വ്യത്യാസം? ഫാത്തിഹയുടേത് സൂറത്തുൽ നിസായിനെ കൂടുതൽ അതിനെ വ്യാഖ്യാനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാഖ്യാനിച്ച് ഔലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. അവരോട് മുറാഫഖത്ത് ചെയ്യണമെന്നും കൂടി പറഞ്ഞു. നിസായിൽ സ്വാലിഹീങ്ങൾ അവരോട് മുറാഫഖത്ത് ചെയ്യും, അവരെ പിടികൂടി അവരെ തുടർന്ന്. ഫാത്തിഹയെ പറഞ്ഞതിന്റെ ബയാനാണത്. നീ നിഅമത്ത് ചെയ്ത് തന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ തെരീക്കത്ത് അവർ മാർഗം. അതിൽ നിന്റെ മനസ്സിലായിക്കൂടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗം ഉണ്ടാകുന്നു. അല്ലാഹുവിന്റെ മുൻഗാമികൾ മഹാന്മാർ, ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗങ്ങളും എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ പറയും അവർ നിഅമത്ത് ചെയ്ത മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ തെരീക്കത്ത് അല്ലെങ്കിൽ അവരെ മാർഗം. അവർ ചെയ്യുന്നത് എന്താണ്? ആ മഹാന്മാർ ഒട്ടാകെ ചെയ്യുന്ന എന്താണ്? തെസ്കിയത്ത്. തെസ്കിയത്ത് ഇസ്ലാമിന്റെ ജുസു അല്ലേ? നബ്സുല്ലാഹിന്റെ ലോകം സമർപ്പിച്ച ജുസുവിന്റെ തെസ്കിയത്തുണ്ട്, തസ്കിയത്ത്. അത് രണ്ടും ഒറ്റ പദത്തിന് ഒറ്റ അർത്ഥാണ്. തസ്കിയത്ത് തസ്കിയത്ത് എന്താ ഒരു വ്യത്യാസമില്ല. തസ്കിയത്തിൽ നിന്നും തസവ്വുഫ് എന്നും തസ്കിയത്ത് എന്നും ഒറ്റ അർത്ഥമാണ്. ഖുർആന്റെ ഭാഷ തസ്കിയത്ത് എന്നാണ്, സാലിഹീങ്ങൾ സൂഫിയാക്കളുടെ ഭാഷ തസവ്വുഫ് എന്നാണ്. എന്താ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല, ഒന്നെ.
അത് ഖിയാം വരെ ഉള്ള ആ തസ്ബീഹത്ത് അല്ലെങ്കിൽ തസ്ബീഹത്ത് ചെയ്യുന്ന മുതക്കികളായ മഹാന്മാരുടെ കൈവശത്തിൽ തസ്ബീഹത്ത് എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് പോകും. അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ, അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ തെരിയക്കത്തുവായതോ തനിച്ച ബുദ്ധിത്വം. അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിത്വങ്ങൾ സ്വീകരിക്കലേ. ആ സ്വീകരിക്കൽ തെരിയക്കത്തായി. ഇത് വേണ്ടാണ്. പക്ഷെ എന്തെങ്കിലും ചെയ്യരുത്. എന്റെ കണ്ണെപ്പോഴും ലോഹിൽ അതെന്നോർത്താപതങ്ങൾ പറഞ്ഞില്ലേ? എന്താണ് ആ പറഞ്ഞതിന് അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താണ്? അത് ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഭാവി, അവന്റെ പ്രകൃതി, അവന്റെ അഖലാഖുകള്, അതിനെ സംബന്ധിച്ചുള്ള ഉസൂലുകള്, ആ ഉസൂലുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അത് നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞത്. അതിന്റെ പരിഹാരം പല മാർഗത്തിൽ അവർ സ്വീകരിക്കും. മഹാന്മാരായ ആരിഫികൾ പല മാർഗത്തിൽ അവർ മുഹിദ്ദീന്മാരെ പറഞ്ഞു കണ്ടു. ഉണർച്ചയിൽ പോകുന്ന ദോഷത്തെ പ്രകൃതിനാവാക്കി കാട്ടിക്കളഞ്ഞോവർ ഇതാ പറഞ്ഞ്. അതായത് അവരെ ഹക്കിൽ അവര് ഇന്നാ ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നു. അത് ഉണർച്ചയിൽ ആണെങ്കിൽ ബന്ധിച്ച തെറ്റ്. അതെന്ത് ചെയ്യുന്നേ? ആ എഴുത്ത് മാറ്റാത്ത എഴുത്ത് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്? മനാമിൽ ഒരു സംഭവിക്കും. എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കും. മനുഷ്യന്റെ ഭാവി, ആ ഭാവി എപ്പോഴും മർപ്പുമാണ്, എഴുതപ്പെട്ടതാണ്, അവനിൽ തന്നെ എഴുതപ്പെട്ടതാണ്. അത് വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും. അത് ഇപ്പാന്റെ ഹദീസിൽ തന്നെ ഉണ്ടത്. അതായത് 120ാമത്തെ ദിവസം മുത്തഫത്ത് റഹാബ് 120 ദിവസം കഴിഞ്ഞാൽ മലായിക, അതിന്റെ മുവക്കലീങ്ങളായ മലായിക അവരെന്ത് ചെയ്യുന്നത്? അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇവനെ സംബന്ധിച്ച് സഖിയോ സഈദോ ഇവന്റെ അനുഭവത്ത് മറ്റേതും മുഴുവൻ രേഖപ്പെടുത്തും. എവിടെയാ രേഖപ്പെടുത്തുന്നത്? എവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ? അള്ളാഹു എഴുതി വെച്ചെങ്കിലേ അറിയുള്ളൂ. ആരും നോക്കും ബുഖാരിന്റെ ഹദീസിന്റെ അത് രേഖപ്പെടുത്തും എന്ന്. അതെന്തും രേഖപ്പെടുത്തുന്ന ആലോചിച്ച് നോക്ക്. രേഖപ്പെടുത്തുന്ന അള്ളാഹ് വായിക്കാനാ? അള്ളാഹ് പറഞ്ഞു അതുകൊണ്ട് എഴുതി വെക്കുക അല്ല, അത് വായിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളുകൾ ഉണ്ട്. അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സിലായിക്കൂടെ? ഇത് അള്ളാഹുവിന്റെ മഹബൂബികൾ, മുഖറബീകളായ മുദക്കീകളായ മഹാന്മാരായ വലിയാക്കൾക്കാർക്ക് മുറബീങ്ങളായ മശായിഖുകൾ ആ വിഭാഗം ഖിയാമം വരെ കൂടാതെ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ തെസ്കീഹ് പോലെ റസൂൽ കൊണ്ടുവന്ന ആ ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ കാര്യമായിട്ടുള്ളത് അതല്ലേ? അത് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആ സംഗതി ഉണർത്തിച്ചിട്ടും ഉണ്ട്. പാട്ടിയ ദിവസം എത്ര ഭാഗത്തോന്ന് അവരൊക്കെ അവക്കാൻ തെരിയക്കത്തല്ലേ അത്. ആ നിലക്കുള്ള മുൻസമീകളായ മഹത്തുക്കൾ മശായിഖുകൾ അവരെ കൊള്ളണമെന്നും അവരെ കൂടെ ചേരണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ ആ പറഞ്ഞ വാക്കിനർത്ഥം? വേറെ വല്ല അർത്ഥമാണത്? എന്താണ്? ആ നിലക്കുള്ള വലിയ വലിയ ആരിഫ്യങ്ങള് മശായിഖുകള് അവര് കൽപ്പന, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ. നമ്മൾ മഹ്മൂരികളാണ് വരിക. കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. അതൊക്കെ ദീന്റെ അടിത്തറയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീന്റെ അസ്തിവാരവും അടിത്തറയും ആണ്. അതേ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് സുന്നത്യമായത്തും അന്നലക്ക് തന്നെ നിൽക്കുന്നത്. സുന്നത്യമായത്താണ് യഥാർത്ഥത്തിൽ അതൊക്കെ. അത് ചോദ്യം ചെയ്യാൻ ഒരു ഉമ്മ മകൻ സാധ്യമാവില്ല. എന്തോ ശരിക്കും ആലോചിച്ചോ, ആ നിരക്ക് ചിന്തിച്ചോ, ഇനി മനസ്സിലായിക്കോ. പക്ഷേ കിതാബ് നോക്കിയാലൊന്നും അത് എളുപ്പത്തിൽ പറ്റാം. നല്ല ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ആഴ്ചക്ക് ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു ഖുർആൻ തട്ടി, വെറും ഖുർആൻ. എന്നാൽ അത് മനസ്സിലാവുമ്പോൾ അതിനൊരുക്കുണ്ടെങ്കിൽ ചിലക്ക് ആളെ തിരിക്കുന്നു. ഈ നിലക്ക് പൊതുവെ അത് പറഞ്ഞാൽ ശരിയാവും. ഇൻഷാ അല്ലാഹ്.